ഹായ് ഹലോ നമസ്കാരമുണ്ട്. ഞാൻ സരിക സതി. വീഡിയോയിലൊക്കെ പോയാലോ? സോ വെൽക്കം. അതെ, ഈ കഥ നടക്കുന്നത് അങ്ങ് കേരളത്തിലൊന്നും അല്ല കേട്ടോ. ഇങ്ങ് ചെന്നൈയിലാണ്, മദ്രാസിൽ. അത് ബസന്റ് നഗർ ബീച്ചിലാണ്. ബസന്റ് നഗർ ബീച്ചിൽ എന്ന് പറയുമ്പം കുറേ ആൾക്കാർക്കറിയാം നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ഗൾഫ്. പക്ഷേ ഇപ്പം അതൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇപ്പം റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ വായിച്ച ആൾക്കാർക്കറിയായിരിക്കും. ബസന്റ് നഗർ പാട്ടിയും പാട്ടിയുടെ താത്തയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ ആ ഒരു കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അവർ സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ബീച്ചാണ് ബസന്റ് നഗർ ബീച്ച്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റോറിയുണ്ട്. അപ്പം അത് ഒന്ന് പറയാം. എൻജിനീയറിങ് കഴിഞ്ഞ് ജോലി കിട്ടുന്നത് മദ്രാസിലാണ് കേട്ടോ, അതായത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നാൾക്ക് ശേഷം ഞാനും ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവുമായിട്ടുള്ള ആളുമായിട്ട് അഫെയർ ആവുന്നു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ബീച്ചിൽ പോവാണ്. ബസന്റ് നഗർ ബീച്ചിലാണ് പോയത്. പക്ഷേ ഈ കാണിക്കുന്നത് മറീന ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസന്റ് നഗർ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ നേരം ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ട്രാൻസ്ജെൻഡർ കയറി വരുന്നത്. ആക്ച്വലി എനിക്ക് ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന സമയത്ത് ഈ ട്രാൻസ്ജെൻഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയുകയുണ്ടായി. അതിത്തിരി വയലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അത് അന്നോട്ട് എനിക്ക് ഈ ആൾക്കാരോടൊരു പ്രത്യേക പേടിയും ഒരു ഭയങ്കര ഭയമാണ്. കാരണം ആ ഒരു സ്റ്റോറി അങ്ങനത്തെ സ്റ്റോറി ആയത് കാരണം. ഞാൻ ഇവരാരെയും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ കയറി വരുവാണ്. ഉയരം കുറഞ്ഞിട്ട് കറുത്തിട്ടുള്ള ആൾ ധാവണിയാണ് ചുറ്റിയിരിക്കുന്നത്. ഭയങ്കര നീളം, ഒട്ടും നീളമില്ല ആൾക്ക്. പക്ഷെ നല്ല ആണുങ്ങളുടെ ഫേസാണ്. പക്ഷെ ഡ്രസ്സും സംസാര രീതിയും ഒക്കെ, മുഖത്തൊരു ചിരി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. മുറുക്കുന്നുണ്ട്, നല്ലപോലെ മുറുക്കി തുപ്പുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ തട്ടിയിട്ടാണ്, നല്ല ഒച്ചത്തിലാണ് കൈ തട്ടിയിട്ടാണ് എന്നോട് പൈസ ചോദിച്ചത്. അവരാ ചോദിച്ച സമയത്ത് ഒരു പെട്ടെന്ന് കൈ തട്ടിയതും ഞാൻ നോക്കുമ്പോഴും ഇവരെൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ പല്ലിലിങ്ങനെ കറയും ആയിട്ട് നിൽക്കുന്നൊരു രൂപമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പണ്ടത്തെ ആ ഒരു സ്റ്റോറി ഓർമ്മ വന്നു. ഞാൻ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് ഓടുകയാണ് ചെയ്തത്. നല്ല സ്പീഡിൽ ഓടി. അപ്പോൾ ഇവരെൻ്റെ പുറകെ ഓടുന്നുണ്ട്. കുറച്ച് നേരം ഇവരെൻ്റെ പുറകെ ഓടിയ. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഞാൻ ഹസ്ബൻഡ് അപ്പൂന് അവിടെ ഇട്ടാണ് ഓടിയത്. ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്നൊരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. അവിടെ ചെറിയൊരു തണൽ കണ്ടപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. മരമാണോ എന്തോ ഒരു കടേൻ്റെ ഇതാണെന്നോ അവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്. എനിക്ക് ഇവരെങ്ങനെ പെട്ടെന്ന് വരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പു നടന്നു വരുന്നുണ്ട്, ഹസ്ബൻഡ് നടന്നു വരുന്നുണ്ട്. എന്താ പേടിച്ചത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആ ഒരു വല്ലാത്തൊരു പേടിയാണ്, അവരെ ഭയമാണ് സ്റ്റോറി. അപ്പം മുമ്പുണ്ടായ ആ സ്റ്റോറിയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് പറയുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവരൊന്നും ചെയ്യത്തില്ല, 10-20 കൊടുക്കണം, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ വിളിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇരുന്ന ഭാഗത്ത് ആ സൈഡിലോട്ട് പോയി വീണ്ടും ഇരുന്നപ്പോൾ ഉണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട സമയത്ത് അവർ ദൂരന്ന് വരുന്നു. എനിക്ക് കാണാൻ പറ്റും അവരിങ്ങനെ വരുന്നു. അവരെന്നെ നോക്കുന്നുണ്ട്, വേറെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഹസ്ബൻഡിനെ കയ്യിൽ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് തന്നെ പേടിക്കണ്ട, അവിടെ ഇരിക്കുക, ഒന്നും ചെയ്യത്തൊന്നുമില്ല, അത്ര വലിയ കുഴപ്പമൊന്നുമല്ല, താളാൻ തോന്നുന്നു, അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേന് ഞാനിങ്ങനെ പേടിച്ചിരിക്കുക, അവരെ മുഖത്തോട്ട് നോക്കാതെ. അപ്പോൾ പുള്ളി ഇങ്ങനെ അടുത്ത് വന്നിട്ട് എന്നമ്മ അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ തമിഴ് ഇത്തിരി ബോറായിരിക്കും. അപ്പോൾ ആ ഒരാളെൻ്റെ അടുത്ത് പറയണ എന്നമ്മ അങ്ങനെ ഭയപ്പെടുകയെങ്കിലാ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കുനിഞ്ഞിരിക്കുക, എനിക്ക് പേടിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ കുനിഞ്ഞിരുന്നു. അപ്പം പുള്ളിക്കാരി ആൾ തമിഴിൽ ഇവരെ തിരുനങ്കൈ എന്നാണ് പറയുന്നത്. തിരുനങ്കൈ എന്ന് പറയുന്നൊരു വേർഡ് ഞാനിവിടെ ഇത്രയും നാളുണ്ടായിട്ടും എനിക്കിങ്ങനെ തിരുനങ്കൈ എന്ന് പറയുന്ന എനിക്കറിയത്തില്ല വേർഡ്. ഞാനിങ്ങനെ റാം കെയർ ഓഫ് ആനന്ദിയുടെ ആ നോവൽ വായിച്ചവർക്കാർക്ക് അറിയായിരിക്കും. അതിനകത്താണ് ഞാൻ തിരുനങ്കൈ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പം അവരെന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ എന്തിനാണ് പേടിച്ചത്, എന്തിനാണ് ഓടിയത് എന്നൊക്കെയുള്ള രീതിയിൽ വെച്ചിട്ട് ഇവർ കയ്യിലിരുന്ന അവരുടെ കയ്യിൽ സുണ്ടലുണ്ടായിരുന്നു. സുണ്ടൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്ക്. കടല വേവിച്ചിട്ട് കടുക് താളിച്ചൊഴിച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം ഞാനത് കഴിക്കത്തില്ല. അപ്പം അവരൊരു കപ്പലണ്ടി പൊതിഞ്ഞ നമ്മുടെ ഈ തൂത്തുമല്ലോ, കുമ്പിൾ തൂത്തുമല്ലോ, അതുപോലെ പേപ്പറിൽ കുത്തിയിട്ട് അതിനകത്ത് ഈ സാധനം ഇട്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അപ്പം അവരിങ്ങനെ അതിനകത്ത് കഴിക്കുന്നുണ്ട്. നീ വെച്ചിക്കോ എന്ന് പറഞ്ഞിട്ട്
പൈസയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ എനിക്കിതുമേ വേണ്ട, നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുണ്ടലിൻ്റെ കുമ്പിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ രണ്ട് കൈയും നല്ല നഖമുണ്ട്, കുറേ മോതിരമൊക്കെ ഉണ്ട്. രണ്ട് കൈയും എൻ്റെയും അപ്പൂൻ്റെയും തലയിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ അവരെന്തോ ഒരു മംഗള ആശംസകളോ അതുപോലെ അവർ തമിഴിൽ എന്തോ പറഞ്ഞു അവരുടെ രീതിയിൽ. നന്നായിട്ട് വരും കേട്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ മുടി പിടിച്ച് 2 കൂലക്കും തന്ന് അവരതിനെ അനുഗ്രഹിച്ചിട്ട് പോയി. കുറേ ആൾക്കാർ പറയാറുണ്ട് അവരുടെ അനുഗ്രഹം വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ബ്ലെസ്സിങ് ആയിരുന്നു അത്. അതായത് നമ്മളിങ്ങനെ അഫെയറിലാണല്ലോ, അങ്ങനെ ആരും ബ്ലെസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ബ്ലെസ് ചെയ്തിട്ട് പോയി. ചിലപ്പം ബ്ലെസ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ആ മാരേജ് കഴിഞ്ഞു. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ആ ഒരു അനുഭവം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വലിയൊരു ഇതാണ്. പിന്നെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതുപോലത്തെ നല്ല ടീമുകളുണ്ട്. അവരുടേതല്ലാത്തൊരു കുറ്റം ഇത് ആരുടെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവരുടെ ഇഷ്യൂ ആണോ അതോ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ കുറച്ചും കൂടെയൊക്കെ അവർ ഇതായിട്ടുണ്ട്. അങ്ങനെ വലിയ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ അങ്ങനെ കാണാറില്ല. എന്നാലും എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോ.